മിററിൽ നോക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ നന്നായിരിക്കുകയും അല്ലാത്ത സമയം ഓയിലി ആയിട്ടോ ഇച്ചി ആയിട്ടോ ഡ്രൈ ആയിട്ടോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഹായ്, ഞാൻ ഡോക്ടർ തൻസിഹ, തത്വ കോസ്മെറ്റോളജി ക്ലിനിക്, പെരുമ്പാവൂർ. കഴിഞ്ഞ ദിവസം ഒപിയിൽ വരുന്ന ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിട്ട് പറഞ്ഞതാണ്. ആളുടെ സ്കിൻ കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, പക്ഷെ ആൾക്ക് ഭയങ്കര ഒരു ഡ്രൈനെസ്സും ആ ഒരു ടൈറ്റ്നെസ്സും അനുഭവപ്പെടുന്നു എന്നുള്ളത്. ആളൊട്ടും കംഫർട്ടബിൾ അല്ല ആളുടെ സ്കിന്നിൽ. കംഫർട്ട് ഇസ് എ ഗോൾ. സ്കിന്നിനെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ട്രെൻഡിനനുസരിച്ചുള്ളതല്ല, മറിച്ച് സ്കിന്നിനെ സൂത്തം ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വേണം ചൂസ് ചെയ്യാനായിട്ട്. സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള മോയ്സ്ചറൈസർ വേണം എപ്പോഴും സെലക്ട് ചെയ്യാൻ. ഉദാഹരണത്തിന് ഓയിലി ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറും ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസറും ചൂസ് ചെയ്യുക. എപ്പോഴും സ്ട്രോങ് ഫ്രാഗ്രൻസ് ഉള്ളതും ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. ലെയർ ചെയ്യുമ്പോൾ ഓരോ പ്രോഡക്റ്റും അബ്സോർബ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. നാച്ചുറൽ ഫിനിഷുള്ള SPF അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. 21 ദിവസം കൂടുമ്പോൾ എപ്പോഴും സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓയിലി സ്കിൻ ആണെങ്കിൽ ഇടയ്ക്ക് ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് യൂസ് ചെയ്ത് എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ കംഫർട്ടബിൾ ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് കോൺഫിഡന്റ് ആയിരിക്കാൻ പറ്റുള്ളൂ. ഷെയർ ടു കെയർ. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.